നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. എന്നാൽ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നേർന്ന് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നവരുമുണ്ട്. കുഞ്ഞുങ്ങളെ ദൈവത്തെ പോലെ കാണുന്നവരുണ്ട്, സ്വർഗമാണെന്ന് കാണുന്നവരുണ്ട്, സ്വപ്നമായി കണ്ടു വളർത്തുന്നവരുമുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങളെ ഒരു തടസ്സമായി പല കാര്യങ്ങൾക്കും, ആ അമ്മമാരുടെ പല കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങൾ തടസ്സമായി മാറുന്നതും, അതുകൊണ്ട് തന്നെ അവരെ ഞാനാണ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അവരുടെ ജീവൻ എടുക്കാനുള്ള അവകാശവും എനിക്കുണ്ട് എന്ന ചില തെറ്റായ ധാരണകൾ അവരുടെ മനസ്സിൽ കയറിക്കൂടി ഒരു വയസ്സ് പോലും പ്രായമുണ്ട്, അല്ലെങ്കിൽ ഒരു വയസ്സ് മാത്രമേ അതിന് പ്രായമുള്ളൂ എന്ന് പോലും ചിന്തിക്കാതെ, അതൊരു മനുഷ്യ കുഞ്ഞാണ് എന്ന് പോലും ചിന്തിക്കാതെ, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണെന്ന് പോലും ചിന്തിക്കാതെ പല അമ്മമാരും കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയാറുണ്ട്. അത്തരം വാർത്ത ഇതിനു മുമ്പും കേരളം കണ്ടതാണ്, കേട്ട് ഞെട്ടിയതാണ്. ഇപ്പോഴിതാ വീണ്ടും സമാനമായ ഒരു വാർത്ത. ഒപ്പം താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യത്തിൽ 1 വയസ്സുള്ള മകളെ കൊന്ന കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന ചില വസ്തുക്കൾ തന്നെയാണ്. കോട്ടയം കാഞ്ഞിരം കണിയമ്പത്തിൽ ശില്പ എന്ന 29 വയസ്സുകാരിയാണ് 1 വയസ്സുള്ള മകൾ ശിഖന്യയെ അതിദാരുണമായി കൊലപ്പെടുത്തിയത്. ലഹരി മാഫിയയുടെ സംശയങ്ങളിലേക്ക് നീളുന്നതാണ് പുറത്തുവരുന്ന വമ്പൻ വിവരങ്ങൾ. ശില്പയ്ക്ക് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്ന മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ട്. ശില്പയുമായി ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്ന അജ്മലാണ് ഈ വിവരങ്ങൾ പോലീസിന് നൽകിയത്. മാവേലിക്കര കുടുംബ കോടതിക്ക് സമീപം മറ്റൊരാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ 2 ആഴ്ചയായി ശില്പ താമസിച്ചു വരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഈ വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വീട് വാടകയ്ക്കെടുത്തയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പോലീസ് തെളിവെടുപ്പിനായി വീട്ടിലെത്തിയപ്പോൾ കതക് തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു. വീട് വാടകയ്ക്ക് കൊടുത്തയാളും ശില്പയും തമ്മിലുള്ള ബന്ധത്തിൽ ഇതുവരെ വ്യക്തതയുമില്ല. ഇയാളെ കണ്ടെത്താനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോട്ടയം സ്വദേശിയായ ശില്പ ട്രെയിൻ യാത്രക്കിടെയാണ് അജ്മലിനെ പരിചയപ്പെടുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പാലക്കാട് പിരിയാരി സ്വദേശിയായ യുവാവുമായി പരിചയത്തിലാകുന്നത്. നേരത്തെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന യുവതി കാസർകോട്ടെ ഒരു സ്പായിൽ ജീവനക്കാരിയായിരുന്നു. മംഗലാപുരത്ത് നിന്നും കോട്ടയത്തേക്കുള്ള ട്രെയിൻ യാത്രക്കിടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം നടത്തിയിരുന്ന യുവാവിനെ പരിചയപ്പെടുന്നത്. ഈ അടുപ്പം വളരുകയും ഇരുവരും ഷൊർണൂരിനടുത്ത് ഒരുമിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു. ഈ ബന്ധത്തിലാണ് പെൺകുഞ്ഞ് പിറന്നത്. 4 മാസം മുമ്പ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടായി. യുവതി ലഹരിമരുന്ന് ഉപയോഗിക്കുന്നത് യുവാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇതോടെ യുവാവ് ശില്പയെ ഒഴിവാക്കി. ഒരുമിച്ച് താമസിക്കുന്നതിനിടെ ശില്പയെ തിരഞ്ഞ പോലീസും എത്തിയിരുന്നുവെന്ന സൂചനയുണ്ട്. മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. അന്ന് കുഞ്ഞുണ്ടായതിനാലാണ് പോലീസ് വലിയ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. ഇതിനുശേഷമാണ് അജ്മൽ അകന്നത്. മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ യുവതി കുഞ്ഞിന്റെ മൃതദേഹവുമായി ഷൊർണൂരിലെത്തിയതിന് പിന്നാലെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശില്പയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒപ്പം താമസിച്ചിരുന്ന പാലക്കാട് പിരിയാരി സ്വദേശിയായ യുവാവിനെ കാണാതായി. ഇയാൾ ജോലി ചെയ്തിരുന്ന സിനിമാ തിയേറ്ററിലാണ് എന്നും യുവതി എത്തിയത്. അതിനു മുൻപേ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി യുവതി യുവാവിന് സന്ദേശം അയച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രി ശില്പ മാവേലിക്കരയിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനുശേഷം ഓട്ടോറിക്ഷയിലും കാറിലുമായാണ് മുമ്പ് കൂടെ താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂരിലെ തിയേറ്ററിൽ എത്തിയത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ ശില്പയ്ക്കെതിരെ പ്രധാന തെളിവായത് യുവാവിന് അയച്ച മൊബൈൽ സന്ദേശങ്ങളായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ശില്പ യുവാവിന് സന്ദേശം അയച്ചിരുന്നത്. മോള് മരിച്ചു, ഞാൻ കൊന്നു എന്നായിരുന്നു ആദ്യത്തെ മെസ്സേജ്. പിന്നാലെ നമ്മുടെ മോൾ പോയി എന്നും എന്നെ വിളിക്കൂ എന്നും യുവതി സന്ദേശത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ അജ്മൽ കേസിലെ പ്രധാന സാക്ഷിയും കൂടിയാകും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേട്ട് മരവിച്ച പല വാർത്തകൾക്കിടയിൽ ഇതും ഒരു അത്തരത്തിലുള്ള ഒരു മരവിക്കപ്പെടുന്ന, രക്തം മരവിക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ്.